ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്നാസ് ഹോം ഫാക്ടറി. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ വനില സ്പോഞ്ച് കേക്കും അതിന്റെ ഫ്രോസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കളർ ഉണ്ടാവും. അതിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവണം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ചുപ്പ്, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ മിൽക്ക്. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് മൈദയും 3 മുട്ടയും കൂടി എടുത്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടത് 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് വേണ്ടത്. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബാറ്റർ തയ്യാറാക്കുന്നത്. ഞാൻ ഈ ഒരു സ്പൂണിനാണ് കൊക്കോ പൗഡർ അളന്നിട്ടുള്ളത്. അപ്പം ഈ 1/4 കപ്പ് മൈദയിൽ നിന്ന് അതേ സ്പൂൺ തന്നെ 2 സ്പൂണ് മൈദ ഞാൻ മാറ്റി വെക്കുകയാണ്. അതിന് പകരമായിട്ട് 2 സ്പൂണ് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ എല്ലാതും അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ്. ഇത് ഉപ്പാണ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇനി ഇതെല്ലാതും ഇതിൽ ഒന്നും കൂടി നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. 2-3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലോണം ഒന്ന് ഇതിലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതെല്ലാതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിൻ്റെ വൈറ്റും യെല്ലോയും വേറെ ആക്കേണ്ട ആവശ്യമില്ല. ചോക്ലേറ്റ് കേക്കിന് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കൊക്കോ പൗഡറൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ സ്പോഞ്ച് കേക്ക്, വൈറ്റ് സ്പോഞ്ച് കേക്ക് ആകുമ്പം അതിൻ്റെ കളറിനും കൂടി മാറ്റം ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഇതുപോലെ ഇട്ടുകൊണ്ട് ചെയ്താൽ അതിൻ്റെ കളറിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ കളറിന് മാറ്റം വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. യെല്ലോയും വൈറ്റും വേറെ വേറെ ആക്കുന്നത്. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എടുക്കുന്നത് പാലൊഴിച്ചിട്ട് മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതുപോലെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഇരട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ആക്കുക. നല്ലോണം ബീറ്റ് ചെയ്യേണ്ട. പിന്നെ ഇനി ഇതിലേക്ക് ഫ്ലോറ് കുറച്ചാക്കി കണ്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. സ്പാസ്റ്റൽ ഉപയോഗിച്ചങ്ങാണ്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതൊരു 2-3 പ്രാവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയാനായിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അധികം ബീറ്റ് ചെയ്യരുത്. ഇനി ഇത് ബട്ടർ പേപ്പർ ആക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അതിന് ശേഷം ടൂത്ത് പിക്ക് പോലെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങി വരുമൊന്നുമില്ല കേക്ക്. പൊങ്ങി വരിക പറഞ്ഞാൽ മുകൾ ഭാഗം അങ്ങനെ ഒരു കൂർത്ത് വരുന്നൊരു ഇതുണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വനില സ്പോഞ്ച് കേക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ഒന്നായിട്ട് കുത്തി നോക്കരുത്. അപ്പോഴാണ് ആ കേക്ക് താന്ന് പോകുന്നത്. ആദ്യം ഒന്ന് കുത്തി നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുത്തി വെക്കുക. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി ഇടുക. അപ്പം എൻ്റെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട് റെഡി ആവാനായിട്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചങ്ങാണ്ടൊന്ന് ഒന്ന് അടർത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടുങ്ങാണ്ട് കേക്കായിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത വീഡിയോ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. എൻ്റെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഞാനിട്ട വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോയുമായിട്ട് കാണാം.